അപ്പൊ UFO എന്നുള്ള സംഭവം ശരിക്കും ഒരു മിത്തല്ല, അത് ശരിക്കും ഉള്ള കാര്യം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ല. ഞാനിപ്പോ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ വലിയ ആളാണെന്നോ എനിക്കെല്ലാം അറിയാവുന്ന നിനക്കെല്ലാം അറിയാവുന്നൊന്നും നമ്മൾ ഒരിക്കലും ഒരിടത്ത് പറയുന്നില്ല. ഇപ്പൊ ഹിന്ദുയിസത്തിന്റെ ആയിക്കോട്ടെ, ഇസ്ലാമിന്റെ ആയിക്കോട്ടെ, ബൈബിളിലായിക്കോട്ടെ, എല്ലാം ഒരേ കോസ് മൂലം ഉണ്ടായ പല പല ഇവന്റ്സ് ആണ്. പക്ഷെ ഇതിനൊക്കെ തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ തെളിവില്ല. കാരണം അതെല്ലാം കംപ്ലീറ്റ്ലി പോയി. ഈ ഓഷ്യൻസിന്റെ അടിയിലും ചിലപ്പോ ഈ പറയുന്ന UFOയുടെ വലിയൊരു താവളമൊക്കെ ഉണ്ടായിരിക്കും. അവിടെ എന്ത് നടന്നാലും നമുക്കത് അറിയാം, നമ്മളത് അറിയാൻ പോകുന്നത് ഒരു കോമൺ മാൻ ഒരിക്കലും അറിയാൻ പോകില്ല. ഏൻഷ്യൻ ആസ്ട്രോണോട്ട് തിയറി, അവർക്ക് ഇപ്പോ ഈ ലെവൽ ഓഫ് ടെക്നോളജി പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ എക്സിസ്റ്റൻസ് പണ്ട് ഉണ്ടായിരുന്നിരിക്കാം. എടാ, കഴിഞ്ഞ വീഡിയോയിൽ നീ ഒരു കമന്റ് ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ ഏരിയ 51 വീഡിയോ അല്ലേ, അതിൻ്റെ അകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമന്റ് ഉണ്ടായിരുന്നു നീ. അതായത് ഒരു സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നില്ല, വളരെയധികം മോശമായിട്ട് ലാംഗ്വേജിൽ ഒരു കമന്റ് ഇട്ടുണ്ടായി, ശ്രദ്ധിച്ചായിരുന്നു? എടാ, ഞാനത് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ അതിങ്ങനെ പറയാൻ കാരണമുണ്ട്. അതായത് ഇതൊരു പബ്ലിക്കലി കമന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലെ. ഇതിപ്പോ ഞാനിപ്പോ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ വലിയ ആളാണെന്നോ എനിക്കെല്ലാം അറിയാവുന്ന നിനക്കെല്ലാം അറിയാവുന്നൊന്നും നമ്മൾ ഒരിക്കലും ഒരിടത്ത് പറയുന്നില്ല. അപ്പോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് ഞാൻ എഴുത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഇന്നൊരു ടേം ഇങ്ങനെയല്ല എക്സ്പ്ലെയിൻ ചെയ്യണത്, നെഗറ്റീവ് മാസ് എന്ന് പറയുന്ന സംഭവം തിയറട്ടിക്കൽ ഹൈപ്പോത്തറ്റിക്കൽ ആണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നെഗറ്റീവ് മാസ് എന്നുള്ള ഒരു ടേം ഞാൻ അവിടെ ഉദ്ദേശിച്ചത് അത് ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രമാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നെഗറ്റീവ് ചാർജസ്, ലൈറ്റ് ചാർജസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ലൈക്ക് പ്രോട്ടോൺസ്, ലൈക്ക് ഇലക്ട്രോൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് അത് മനസ്സിലാവൂല. അത് ബേസിക്കലി നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ എന്തോന്നാ, സയൻസ് ആണ്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സയൻസ് എല്ലാവർക്കും ആക്സസിബിൾ ആക്കാൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ സംസാരിച്ച ഒട്ടുമിക്ക ആൾക്കാരുടെ എനിക്ക് തോന്നിയിരിക്കണെന്ന് വെച്ചാൽ ആസ്ട്രോഫിസിക്സ് എന്നൊക്കെ പറയുമ്പോൾ അവരെന്തോ വലിയ സംഭവമായിട്ട് തലയിൽ വെച്ചിരിക്കുന്നത്. അത് അങ്ങനെ ഒരുപാട് പഠിച്ചാൽ മാത്രമാണ് അതൊക്കെ മനസ്സിലാവുള്ളൂ, അങ്ങനെയുള്ള ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഫീഡ്ബാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ആസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞാൽ അത് ഏത് ആൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. എനിക്കത് മനസ്സിലായിട്ടുണ്ടാവൂലേ, കാരണം നീയാണല്ലോ ആ റെക്കോർഡിന് ഇരിക്കണത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിനോടാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു വ്യക്തി ഇതിനു മുമ്പും ഒരുപാട് വീഡിയോസിന് കമന്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ ആ വ്യക്തി എന്നോട് പേഴ്സണലായിട്ട് ഒരു മെസ്സേജിലൂടെ പറയുകയാണെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. പക്ഷെ ഇതൊരു പബ്ലിക് കമന്റ് ആണെന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുക. അതായത് ഇപ്പൊ ആ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു കമന്റ് കാണുന്നുണ്ട്. അതായത് പിള്ളേരായിക്കോട്ടെ, കൊച്ചു പിള്ളേരായിക്കോട്ടെ, വലിയ ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും തന്നെ ആ ഒരു കമന്റ് കാണുന്നുണ്ട്. ഓക്കെ, കൊറേ പിള്ളേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. അതാണ് റോട്ടിൽ കൂടി പോകുമ്പോ ഒരുപാട് ചെറിയ പിള്ളേര്, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. അപ്പൊ അവരൊക്കെയാണ് ഈ കമന്റ് കാണുന്നത്. അപ്പോ ആ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, എന്നോട് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലോ വല്ല മെസ്സേജ് അയച്ചെന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോ, അതല്ലാണ്ട് പബ്ലിക്കലി കമന്റ് ഇടുന്നതിനോട് കാരണം ഇത് അങ്ങനത്തെ ഒരു ചാനലല്ല ശരിക്കും. അഭിയുഗം എന്ന് പറഞ്ഞാല് ഒരു എഡ്യൂക്കേഷൻ ടൈപ്പ് ചാനൽ, ആൾക്കാരെ എന്ത് എഡ്യൂക്കേറ്റഡ് ആക്കുന്ന ഒരു ചാനലാണ് ശരിക്കും ഇത്. ഇതിപ്പോ ഞാനിപ്പോ എന്തെങ്കിലും ഒരു വ്ളോഗോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു സംഭവം ഞാൻ അത് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ആണെങ്കിൽ ഓക്കെ, നമുക്ക് പറയാൻ പറ്റും. ഇത് ഞാനൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി, നമ്മളൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും അത് ഇത്രയും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എല്ലാവർക്കും ആക്സസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത്. അപ്പൊ അതിന്റെ അകത്ത് ഇങ്ങനെയുള്ള കമന്റ്സ് ശരിക്കും എനിക്കത് ശരിക്കും ഇഷ്ടപ്പെടാത്തോണ്ടാണ് ഞാൻ സംഭവത്തിന് വീഡിയോ ആദ്യം എടുത്ത് പറഞ്ഞത്. എടാ, പിന്നെ ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടെന്താ അറിയാം, എന്നാലും ഏൻഷ്യന്റ് ആസ്ട്രോണോട്ട് തിയറി ഇത്രത്തോളം വിശ്വസിക്കാനുള്ള റീസൺ എന്താ? എടാ, അത് ഒരുപാട് കമന്റ്സ് ഭയങ്കര കണ്ടിട്ടുണ്ടാവും നീ. അത് ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ അകത്ത് ഒരു മിനിമം ഒരു കമന്റ് എങ്കിലും ആ ഒരു തിയറിനെ പറ്റി ചോദിക്കണ്ട. അതിപ്പോ സയൻസ് ആയിക്കോട്ടെ, ഷോർട്സ്, എന്താണെങ്കിലും. അത് മാത്രമല്ല ഒരുപാട് പേര് നീയാണല്ലോ DM നോക്കണം. അപ്പൊ അതിന്റെ അകത്ത് ഇഷ്ടംമാതിരി പേര് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജും കാണുന്നുണ്ട്. അപ്പോ അത് വിശ്വസിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. എടാ, കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു 3-4-5 വർഷങ്ങളായിട്ട് ഈ UAP, UFO, ഏലിയൻസ്, അങ്ങനെയുള്ള എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ടെക്നോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെ പറ്റിയിട്ട് ഗവൺമെന്റ് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യണതിനെ പറ്റി നീ ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് പെന്റഗൺ ഒരു ഒഫീഷ്യലായിട്ട് ഒരു UAPയുടെ ഒരു വീഡിയോ
റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 മണിക്കൂറിന് അല്ല ഒരു UFO ഇങ്ങനെ പറന്നു പോണ ഒരു വീഡിയോ, ഒരു ഭയങ്കര ഫേമസ് വീഡിയോ ആണത്. അപ്പോ ആ വീഡിയോ പെന്റഗണാണ് റിലീസ് ചെയ്തത്. ഓക്കെ, മനസ്സിലാക്കുക, അത് US ഗവൺമെന്റ് റിലീസ് ചെയ്തത്. അപ്പോ ഈ പറയണ നമ്മുടെ ലോകത്ത് കണ്ടുവരുന്ന ഒട്ടുമിക്ക അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഇവന്റ്സ് സംഭവിക്കുന്നുണ്ട്. അതും അവരുടെ നേച്ചർ കണ്ടു കഴിഞ്ഞാലാണ് ശരിക്കും നമുക്കത് വിശ്വസിക്കാൻ പറ്റാതെ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഞാനത് ആ വീഡിയോയിൽ പറഞ്ഞാന്ന് തോന്നുന്നു. അതായത് ഒരു ഫ്ലൈറ്റ് പോണേന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച്, ഇതിപ്പോ ഇവിടെ ഒന്നും ഇല്ലട്ടാ, ഇപ്പൊ ഈ ഫോണാന്ന് വിചാരിച്ചോ, ഈ ഫോണിനെ എനിക്ക് ഇങ്ങനെ പറത്തണം എന്ന് വിചാരിച്ചോ, എങ്ങനെയെങ്കിൽ ഒന്ന് എയർബോൺ ആക്കണം. അപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? ഈ ഫോണും കൊണ്ട് ഇതിന് 4 സൈഡിൽ എന്തെങ്കിലും പ്രൊപ്പലറോ അല്ലെങ്കിൽ എക്സ്ട്രീംലി പോകണമെങ്കിൽ വല്ല ജെറ്റ് ടർബൈനോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് സംഭവത്തിന് എനിക്ക് പറത്താൻ പറ്റും, ലെവിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ഒരു ഡ്രോബാക്ക് എന്താ? ഈ സാധനം ലെവിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ടർബൈൻ എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ സംഭവം നല്ല രീതിയിലുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ? നമ്മൾ ഇപ്പോഴത്തെ ഒരു അറിവ് വെച്ചിട്ടാണ് കേട്ടോ. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്ട് ലെവിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഏക മാർഗം നമുക്ക് ഇപ്പോൾ ഉള്ളത് എന്താണ്? മാഗ്നറ്റിസം മാത്രമേ ഉള്ളൂ. അതും ബുള്ളറ്റ് ട്രെയിൻസിലൊക്കെ യൂസ് ചെയ്യണം. അത് വളരെ ചെറിയ MMലാണ്, അത്രയൊക്കെ ഉള്ളൂ എല്ലാം പൊങ്ങി ലെവിറ്റേറ്റ് ചെയ്യിക്കുന്നത്. പക്ഷെ ഇതേപോലെ ഒരു സംഭവം ഇങ്ങനെ ലെവിറ്റേറ്റ് ചെയ്യിപ്പിക്കാന്നൊക്കെ പറഞ്ഞ നിസ്സാര പണിയൊന്നുമല്ല. അതും ഈ UFOയുടെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ നീ ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അത് നീ തന്നെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞാൽ കിട്ടും. അതായത് ഇങ്ങനെ അൺട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസ് വെബ്സൈറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോ അതിൽ നിന്ന് അതിന്റെ ഒരു ഇമാക്കുലേറ്റ് കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞ സംഭവല്ലേ, അതൊക്കെ എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാല് അവര് കണ്ട UFOയുടെ ആ ഒരു സംഭവം, അവര് കണ്ട കാര്യങ്ങള് അവരതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഒരു പറയണ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. അതായത് പെട്ടെന്ന് ആ സംഭവം ഇങ്ങനെ ഉയർന്നിങ്ങനെ വരും. സൗണ്ട് ഇല്ല, സൗണ്ട് എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല. ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ അടുത്തൂടെ ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു കാർ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോണെന്ന് വിചാരിച്ചു, ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഒരു എയർ കട്ട് ചെയ്യണ ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റൂലേ? നമുക്ക് കണ്ണടിച്ചിരുന്നാലും നമുക്ക് ആ ഒരു എയറിന്റെ ആ ഒരു ഫീലും അതൊക്കെ നമുക്ക് കിട്ടും. ആ ഒരു സൗണ്ട് ഇങ്ങനെ പോണ ഒരു ഒച്ചയൊക്കെ നമ്മൾ കേൾക്കും. പക്ഷെ ഈ സാധനമില്ലേ, ഈ UAP എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം, അതിപ്പോ എന്ത് ഒറിജിനൽ ഏത് ഷേപ്പ് എന്ത് വേണേലും ആയിക്കോട്ടെ, ആ ഒരു സംഭവം ജനറൽ ആ സംഭവം നമ്മുടെ അടുത്തൂടെ പോകണേണ്ടി നമ്മളത് അറിയൂല. അത് ചിലപ്പോൾ അവര് പോണത് ചിലപ്പോൾ ഒരു Mach 20 സ്പീഡിലേക്ക് ആയിരിക്കും, Mach 10 സ്പീഡിലേക്ക് ആയിരിക്കും. Mach 10 എന്ന് പറഞ്ഞാല് ഇല്ല, അതൊന്നുമില്ല. അതല്ലേ കോമഡി. അതായത് സൗണ്ടിനേലും സ്പീഡിൽ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യണമെങ്കിൽ ഉണ്ടാവണ ഒരു പോപ്പിംഗ് ആ ബേസ്റ്റിംഗ് സൗണ്ട് ഒക്കെ ഇല്ല, അതൊന്നുമില്ല. ഒന്നുമില്ല. സോണിക് ബൂം അതൊന്നുമില്ല. എടാ, അപ്പൊ ഇവരുടെ ടെക്നോളജി എന്തായിരിക്കും നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ട? അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള സംഭവം കൂടിയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കി, അവരുടെ കൈവശമുള്ള ടെക്നോളജിയാണ് നമ്മളിപ്പോ നമ്മുടെ കൺമുന്നിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഈ ഒരു ലെവൽ ഓഫ് ടെക്നോളജി വെച്ച് നമ്മുടെ ഈ ഒരു പ്രിമിറ്റീവ് ടെക്നോളജി എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ വലിയ ടെക്നോളജി എന്ന് വിചാരിക്കും. പക്ഷെ ഒന്നുമല്ല ശരിക്കും. നമ്മുടെ ടെക്നോളജി എത്ര കാണണ്ടേ? നമ്മുടെ സയൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം വെറും 300 വർഷമായിട്ടുള്ളൂ നമുക്കിടയിൽ വന്നു തുടങ്ങിയിട്ട് അറിയും. അപ്പോ ഇവരുടെ ഈ ലെവൽ ഓഫ് ടെക്നോളജി നമ്മുടെ ടെക്നോളജി ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റൂല. നമ്മളെ ഒരിക്കലും നമുക്ക് അവിടെ നിർത്താൻ പറ്റൂല, അറിയോ? അപ്പോ ഇത് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വാഷിംഗ്ടണിൽ വെച്ച് നടന്ന ഹിയറിംഗ് ഇല്ലേ, ആ ഒരു 10 മണിക്കൂറിന്റെ ഒരു ഹിയറിംഗിലല്ലേ, അതിൽ ലൂയിസ് എലിസോണ്ടോ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. അതായത് കൺവെൻഷനൽ ആയിട്ട് നമുക്ക് ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റുന്ന എയർക്രാഫ്റ്റിന്റെ മാക്സിമം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് Mach 7 Mach 6 പോയിന്റ് സംതിങ് ആണ്. ഇങ്ങയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഈ ഒരു UAP മിനിമം ഒരു Mach 10 അല്ലെങ്കിൽ Mach 20 ആയിരിക്കും പോണത്. അതും Mach 1 എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് സൗണ്ടിന്റെ സ്പീഡിനെയാണ് Mach 1 എന്ന് പറയുന്നത്. Mach 2 എന്ന് പറയുന്നത് 2 times സ്പീഡ് ഓഫ് സൗണ്ട്. അങ്ങനെ Mach 6 പോയിന്റോ 7 പോയിന്റോ എന്താണ് നമ്മൾ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റിയേക്കുന്നത് ഭൂമിയിൽ വെച്ച്. ഇവിടുത്തെ ഒരു എയറോഡൈനാമിക് കണ്ടീഷനൊക്കെ വെച്ചിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയേക്കുന്ന ഒരു സംഭവമാണ്. എയറോഡൈനാമിക്സ് മാത്രമല്ല, ഇത്ര സ്പീഡിൽ പോകുമ്പോ ആ ഒരു ബോഡിയുടെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ടോപ്പ് ഗൺ മാവറിക് ഗൺ സിനിമ ഉണ്ട്, അത് ഇത്ര സ്പീഡിൽ സാധനം ഇങ്ങനെ പോകുമ്പോ ആ മെറ്റീരിയൽ, അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ബോത്ത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, അത്രയും സ്പീഡിൽ പോണോണ്ട് ചൂടിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. എയർ കട്ട് ചെയ്യണല്ലടാ, അപ്പൊ ചൂടിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം.
നേരെ അത് മാത്രമല്ല ആ പ്രഷർ, ഈ പറയണ ആ ഒരു എയർ കട്ട് ചെയ്യുമ്പോഴുള്ള ഒരു പ്രഷർ ഇല്ലേ, ക്യാബിൻ പ്രഷർ എന്ന് പറയും, ആ സംഭവം മാക്സിമം ഹിറ്റ് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണ ഒരു ഷെല്ലായിരിക്കണം അതിന് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇത്ര സ്പീഡിൽ പോകുമ്പോൾ ആ ഒരു എയർക്രാഫ്റ്റിന്റെ ബോഡി ഇങ്ങനെ പയ്യെ ചളങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം അത് അത്രയ്ക്ക് ഇമ്മൻസ് ആയിട്ടുള്ള ഒരു പ്രഷറാണ് അത്ര സ്പീഡിൽ ഒരു സംഭവം പോകണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടാ. പക്ഷെ ഈ ഒരു സംഭവത്തിന് UAP എന്ന് പറഞ്ഞ സംഭവത്തിന് ഇത്രയും സ്പീഡിലും, അതും എയറിലും വാട്ടറിലും സ്പേസിലൊക്കെ ഇങ്ങനെ നിഷ്പ്രയാസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മീഡിയ ഒരു പ്രശ്നമല്ല. അതാണ് വേറെ, മീഡിയ അവർക്കൊരു പ്രശ്നമല്ല. കാരണം ഒരുപാട് ടെസ്റ്റിമോണീസ് ഒക്കെ പറയുന്നുണ്ട്, അതായത് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഈ പറഞ്ഞ സ്പേസ് ഷിപ്പ് വന്നിട്ട് ഭൂമി തുറന്ന് മുകളിലേക്ക് പോവാ. സ്പേസിൽ നിന്ന് പറഞ്ഞ ഇല്ലെന്ന്, ഇല്ല. അതായത് വെള്ളം ഇങ്ങനെ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണൂലേ, ഈ വെള്ളം ഇങ്ങനെ ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ വെള്ളം ഇങ്ങനെ മാറിപ്പോണ പോലെ, അതേപോലെയൊക്കെ വെള്ളത്തിന് ഡിസ്റ്റർബ്, ആ വെള്ളത്തിന്റെ സ്പ്ലാഷിങ് കുറച്ച് കേൾക്കുന്നതായിട്ട് 1-2 ടെസ്റ്റിമോണീസിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു കല്ലെടുത്ത് എറിയുമ്പോ അതിങ്ങനെ വെള്ളം എടുത്ത് ആ സിറ്റുവേഷൻ അല്ല അത് അവിടെ ഉണ്ടാവണത്, വേറൊരു രീതിയിൽ. അത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും അത് ഫേക്ക് അല്ലേ, അത് കമ്പ്യൂട്ടർ ഫോർജ് അല്ല നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. പക്ഷെ എന്തോരം വെച്ച് ഫേക്ക് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫേക്ക് ആണെന്ന് എത്ര നാൾ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും? എടാ ഞാൻ ചോദിക്കണതല്ല, ഇവര് ഇപ്പോ 2024 ഇപ്പോ അവർക്ക് ഇത്തരത്തിലുള്ള ടെക്നോളജി അവർക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്, അവർക്ക് അതുണ്ട്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആന്റി ഗ്രാവിറ്റി ആയിരിക്കാം, ചിലപ്പോ ആന്റി മാറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കും. ആന്റി മാറ്റർ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് അവരെന്തെങ്കിലും ഒരു പവർ സോഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പോ ഇപ്പോ ഇവർക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോ ഇവർക്ക് വേറെ ഗ്രഹത്തിൽ നിന്ന് നമ്മുടെ ഗ്രഹത്തിലേക്ക് വരാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു 2000 വർഷം, ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് എന്തായാലും ഈ ടെക്നോളജിയുടെ ഒരു പ്രിമിറ്റീവ് ലെവലെങ്കിലും അവർക്ക് ഉണ്ടാവില്ലേ? പിന്നെ വേറൊരു കാര്യം കൂടി നീ ആലോചിക്കും, അവർക്ക് ഇതിപ്പോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ടൈമിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഗ്രാവിറ്റി പല രീതിയിൽ അവർക്ക് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, വെലോസിറ്റി, നമുക്കറിയുന്ന ടൈം ഡയലേഷൻ ആണ് വെലോസിറ്റി ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്, സ്പെഷ്യൽ റിലേറ്റിവിറ്റി ജനറൽ, അതാണ് നമുക്കറിയണത്. ചിലപ്പോൾ വേറെ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം, ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. അതിനപ്പുറം നമുക്ക് ആലോചിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പില്ല, നമുക്ക് ജസ്റ്റ് ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ വേം ഹോള്, അതായത് 2 യൂണിവേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ടണൽ, അല്ലെങ്കിൽ 2 ഡിസ്റ്റന്റ് പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ടണലിംഗ് ആണ് വേം ഹോൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ തിയറിയാണത്, മനസ്സിലായില്ലേ? നമ്മളെ തിയറിറ്റിക്കലി കണ്ടുപിടിച്ച ബ്ലാക്ക് ഹോൾസ് തിയറി ആയിരുന്നു അതല്ലേ. പക്ഷേ നമ്മുടെ ഇമാജിനേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ, ഇമാജിനേഷൻ അല്ലെങ്കിൽ നമ്മൾ തിയറിറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് ചിന്തിക്കാനുള്ള ആ ഒരു ലിമിറ്റില്, ആ ഒരു സംഭവം ചിന്തിക്കാൻ നമുക്കുണ്ടായിരുന്ന ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തെന്നാ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി, ഇപ്പോഴത്തെ അറിവൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. മനസ്സിലായാൻ പറഞ്ഞത്? ചിലപ്പോൾ നമ്മൾ വിചാരിക്കണ, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ പോട്ടെ, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു സംഭവത്തിലുള്ള ടെക്നോളജി ആയിരിക്കും വെറുതെ ഉണ്ടാവുന്നത്. ഇപ്പൊ ഒരുപാട് പേര് പറയുന്ന പോലെ മെനി വേൾഡ് തിയറി, മൾട്ടിവേഴ്സ്, പാരലൽ യൂണിവേഴ്സ് ഒക്കെ ശരിക്കും ഉണ്ടായിരിക്കും. പിന്നെ എന്റെ വേറൊരു ഒബ്സർവേഷൻ ഞാൻ പറഞ്ഞിട്ടെ, ഈ പറയുന്ന ആ ഒരു UFO പോലത്തെ സംഭവമില്ലേ, അത് ഒട്ടുമിക്കതും ഒന്നില്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും, അതായത് ഇങ്ങനെ ഒരു ബ്രെഡ് റോൾ പോലത്തെ ഒരു സംഭവമായിരിക്കും, അല്ലെങ്കിൽ ഫ്ലൈയിങ് സോഴ്സസ് അറിയാലോ, മറ്റേ പറക്കുന്നളി പോലെ കോമൺ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും കണ്ടേക്കുന്നത്, അല്ലെങ്കിൽ ട്രയാങ്കുലർ ഫോർമേഷൻ ആയിരിക്കും കണ്ടേക്കുന്നത്. പിന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വീഡിയോയില് UAP ഇങ്ങനെ കുറെ, ഒരു മിലിറ്ററി ഫീൽഡിന്റെ മുകളിൽ കുറെ ഫ്ലൈയിങ് സോഴ്സസ് പോലെ എന്തൊരു UFO ഇങ്ങനെ പൊങ്ങി കാണണ്ട, അവരിങ്ങനെ എന്തോ മിസൈൽ ഇങ്ങനെ വിട്ടിട്ടുണ്ട് അതിനെതിരെ, അതിനെ പോയി ഇടിച്ച്. പക്ഷെ അവിടുത്തെ പുകയും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞപ്പോ അത് അവിടെ തന്നെ ഉണ്ട്. എടാ നമ്മുടെ കയ്യിലുള്ള മിസൈല് ആ ഒരു UAPനെ വന്ന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതിപ്പോ ഞാൻ പറയട്ടെ, ഇത് ഇന്റർനെറ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഒട്ടുമിക്ക മെയിൻ സ്ട്രീം ന്യൂസും കാര്യങ്ങളെല്ലാം ഇത് ശരിക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെയൊക്കെ മീനിങ് അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, പക്ഷെ സംഭവം ഉണ്ട്.
അതൊരു സംഭവം ഉണ്ട്. ഒരുപാട് തവണ മുമ്പാണ് അല്ല അല്ല അല്ല, ഈ റീസെന്റ് തന്നെ ഒരു കഴിഞ്ഞൊരു 10-12 വർഷത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അതും ഇത് മിലിറ്ററി ഫെസിലിറ്റിയുടെ അകത്തുള്ള ഒരു സംഭവം എന്ന് കൂടി നീ ആലോചിക്കും. അത് മാത്രല്ലടാ, ഇവരെന്താ പിന്നെ മിലിറ്ററിയുടെ അവിടെ വന്നത്? മിക്കവാറും എനർജിക്ക് വേണ്ടിയിട്ടായിരിക്കും. കാരണം ഈ തരത്തിലുള്ള ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളില്ലേ, കാരണം ഇവരിങ്ങനെ പറക്കുന്ന ഒരു സംഭവമാണല്ല ഈ UFO കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോ മനുഷ്യർക്ക് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് പറക്കുന്ന സ്ഥലങ്ങളൊക്കെ എന്തായിരിക്കും? ഈ പറയുന്ന മിലിറ്ററി ഫെസിലിറ്റീസ് ആയിരിക്കും, അവിടെ നിന്നുള്ള റൺവേസ് ഒക്കെ ആയിരിക്കും അല്ലേ? അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരവിടെ വന്നത്, എനിക്കറിയില്ല കേട്ടാ. പിന്നെ ഒട്ടുമിക്ക UFOസും കണ്ടുവരുന്ന എവിടെ വെച്ചിട്ടാ? തണ്ടർ സ്റ്റൂം അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചിട്ടാ. ചിലപ്പോൾ അവർ എനർജി ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. അത് ചിലപ്പോ ഇടി ഇങ്ങനെ ലൈറ്റ്നിങ് ഇങ്ങനെ വെട്ടി നിൽക്കുമ്പോഴുള്ള ഫോട്ടോസിലാണ് UFOs. അതെ, അത് ചിലപ്പോ ഇടി മിന്നുമ്പോ അത്ര ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ലേ, അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അവിടെ ക്യാമറ ഷട്ടർ ചിലപ്പോ കൂടുന്നതായിരിക്കും. അത് ഷട്ടർ എങ്ങനെയാണ് കൂടുന്നത്? ഷട്ടർ കുത്തു പോലെയാണ് കൂടുന്നത്. ഇങ്ങനെ ലൈൻസ് ആയിട്ടല്ലേ കൂടുള്ളൂ, ഇങ്ങനെയല്ല കൂടുള്ളൂ. മനസ്സിലായില്ലേ? ഷട്ടർ ഒന്നില്ലെങ്കിലും മുകളിൽ നിന്ന് താഴത്തേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ സൈഡിൽ നിന്നായിരിക്കും. ഇങ്ങനെയുള്ള ക്വിക്ക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കണമെങ്കിൽ നമ്മളെന്താ ചെയ്യണത്? ഷട്ടർ സ്പീഡ് നല്ലോണം അല്ലെ, 1/4000 കിട്ടിട്ട് അതായത് ഒരു ഫുട്ബോൾ മാച്ചിനിടയിലുള്ള സ്പോട്ട്. അല്ല അല്ല അല്ല, നീ ഉദ്ദേശിച്ചത് അതല്ല, ഇത് വീഡിയോ ആണ്. വീഡിയോ, ഫോട്ടോസ് അല്ല. ഫോട്ടോസ് ആണെങ്കിൽ എനിക്കത് പറയാൻ പറ്റും, ഇത് വീഡിയോ ആണ്. മനസ്സിലായ? ഇടി മിന്നുമ്പോ അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ്നിങ്ങിന്റെ ആ ഒരു ക്ലൗഡിന്റെ ഒക്കെ അടുത്ത് ഇതേപോലത്തെ ഒരു സംഭവം നിൽക്കണം. പിന്നെ വേറെ ഒരു സംഭവം ഉണ്ട്, അതായത് ഈ UFOയും ഈ ഏലിയനും കാര്യങ്ങളൊക്കെ അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ തോന്നാറുണ്ട് എപ്പോഴെങ്കിലും? അതെന്താ കാര്യം? എനിക്ക് തോന്നിയേക്കണ കാര്യം ഞാൻ പറഞ്ഞിട്ടെ. ഞാൻ പറയണല്ല, ഇഷ്ടമായി കമന്റ് മാത്രല്ല, അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടെ. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡെവലപ്പിംഗ് കൺട്രി മാത്രമാണ് അല്ലേ? ഇവിടെ ആൾക്കാർക്ക് ജോലിക്ക് പോകാനുള്ള തിരക്ക്, പഠിക്കാനുള്ള തിരക്ക്, അന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പോകാനുള്ള തിരക്കാണ്. ഇതിനിടയ്ക്ക് ആരെങ്കിലും ആകാശത്ത് നോക്കിക്കണ കണ്ട? ഞാൻ കണ്ടിട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേ. US എന്നൊക്കെ പറയണത് കുറച്ചുകൂടി ഇങ്ങനെയുള്ള സ്ഥലമാണ്, കുറച്ചുകൂടി ഡെവലപ്ഡ് ഫ്രീ തിങ്കിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവര് ഈ പറയുന്ന പോലെ UFOളജിസ്റ്റ് ഒക്കെ ഉണ്ടാവും. അവിടെ ഉള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും ഒരു അനോമലി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോണിലേക്ക്, അങ്ങനെയുള്ള ഒരു മൈൻഡുള്ള ആൾക്കാരായിരിക്കും അവര്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ നാട്ടില് പോട്ടെ, ഇപ്പൊ നീ ഒന്ന് എറണാകുളത്തേക്ക് നമ്മുടെ അടുത്തൊരു എറണാകുളത്ത് ഒരു പരിപാടി നടക്കണമെന്ന് വിചാരിച്ചു. ആകാശത്ത് ഇങ്ങനെ ഒരു ലൈറ്റ് തെളിഞ്ഞെന്ന് വിചാരിച്ചു. ആ കാര്യത്തിൽ മൈൻഡ് ചെയ്യൂല. ഗ്യാരണ്ടിയാണ് ആ കാര്യത്തില്. അവരത് ഒന്നില്ലെങ്കിൽ ഫ്ലൈറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ സ്റ്റാർ ആന്ന് വിചാരിക്കുള്ളൂ. കാരണം ആൾക്കാർ അതിനോട് എഡ്യൂക്കേറ്റഡ് അല്ല എന്ന് അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാര് ചിന്തിക്കണ പോലെ അല്ല ഈ ഒരു സംഭവത്തിനെ അപ്രോച്ച് ചെയ്യുന്ന പോലെ അല്ല, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചിലപ്പോൾ അറിയേ ഉണ്ടാവില്ല. UFO എന്നൊക്കെ പറയുമ്പോൾ വാർത്തയിൽ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു മിത്ത് പോലെയാണ് നമ്മുടെ നാട്ടുകാർ കാണുന്നത്. അത് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയാൻ കാരണം ഒരുപാട് ആൾക്കാരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മനസ്സിലായില്ലേ? ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ചിലപ്പോ ഒരു ബോധഡ് ആയിരിക്കില്ല. അതിപ്പോ കേരളത്തിൽ നിന്നല്ല, നമ്മുടെ ഇന്ത്യയിലുള്ള സംഭവം ആൾക്കാർ മുഴുവൻ എങ്ങനെയാ. അതുകൊണ്ടാണ് നമുക്ക് അധികം വിഷ്വൽസ് ഒന്നും കേരളത്തിൽ നിന്ന് കിട്ടാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാല് ആക്സിഡന്റലി ഇപ്പൊ ഒരു സെൽഫിയാ അല്ലെങ്കിൽ ആകാശത്ത് വെറുതെ ഫോട്ടോ എടുത്തപ്പോ കിട്ടി, പക്ഷെ അത് കിട്ടണില്ല, കുറവാണ്. പിന്നെ വർക്കലയിൽ എന്താ വെച്ചിട്ടല്ലേ, ഏതൊരു ബീച്ചിൽ വെച്ചിട്ടല്ലേ? അത് ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ ബീച്ചിൽ ഫോട്ടോ എടുത്താണ്. പക്ഷെ അത് കണ്ടിട്ട് ഒരു ഫേക്ക് അല്ല, വേറെ എന്തെങ്കിലും ഒരു പല കിളി മറന്നു പോയതിന്റെ ഇങ്ങനെ ഷട്ടറിന് ചേർത്ത് പറഞ്ഞാൽ ഷട്ടറിന്റെ ഒരു സിറ്റുവേഷൻ വന്നായിരിക്കും ചിലപ്പോ. അതിനകത്ത് പറയണത് ആ ഫോണിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒന്നുമില്ല, അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല. എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? അപ്പൊ ഇന്ത്യ നമ്മുടെ കൊൽക്കട്ടയിൽ വെച്ചാൽ ഈ ഇടയ്ക്ക് ഒരു എയർപോർട്ടിന്റെ മുകളിൽ UFO പറഞ്ഞത്. അത് ഇന്ത്യയിലായിരുന്നു. അത് ഇന്ത്യയിലായിരുന്നു. അതെ, കൊറേ നേരം നിന്നല്ലേ ഒരു ഡിലേ. അത് ഞാൻ വാർത്ത ഞാൻ കേട്ടായിരുന്നു. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എടാ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ ഓക്കെ. ഇപ്പൊ നമ്മുടെ വേറൊരു കാര്യം പറയാം, ഇപ്പൊ ഇതിന്റെയൊക്കെ സംഭവത്തിനൊക്കെ എണ്ണ ഇപ്പോഴാണ് കൂടി വരുന്നത്. എടാ ആൾക്കാര് ബോധവടാണ് ഇപ്പോഴാണ്. ഇത് പണ്ടും ഉണ്ട്. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്.
അത് പറഞ്ഞു വെറുപ്പിക്കലായി പോകുന്നു. എന്നാലും ഞാൻ പറയാം, നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞാല് സ്പേസിൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ചെറിയൊരു പാറക്കല് മാത്രമാണ്. എന്ത് ചെറുതാണെന്നറിയോ നമ്മുടെ യൂണിവേഴ്സും ബാക്കിയുള്ള ഗ്രഹങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സയന്റിഫിക് അറിവ് വെച്ച് ഭൂമി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനമാണ്. അതിന്റെ മറ്റേ ഒരു ഫോട്ടോ നമ്മുടെ വോയേജറിന് എടുത്ത ആ ഒരു ഫോട്ടോ കണ്ട പെയിൽ ബ്ലൂ ഡോട്ട് എന്ന് പറഞ്ഞ സാധനം കണ്ടാൽ മനസ്സിലാവും ഇത്രയും ചെറിയൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോ ഇതേപോലെ തന്നെ എന്തോരം ഗ്രഹങ്ങളുണ്ടാവും, എത്ര ഗാലക്സികളുണ്ട്. ഇത്രയും വലിയൊരു സ്ഥലത്ത് നമ്മൾക്ക് ഇവിടെ മാത്രമേ ലൈഫ് ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് മണ്ടത്തരല്ലേ? ആർക്കെങ്കിലും വിശ്വസിക്കാം? കടലിൽ നിന്ന് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് മീനില്ലാന്ന് വെച്ച് അതന്നെ ആ ഒരു എക്സാമ്പിള്. കടലിൽ പോയിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് മീനില്ലാന്ന് വെച്ചിട്ട് കടലിന്റെ അകത്ത് മൊത്തം മീനില്ലെന്നല്ലല്ലോ അർത്ഥം. അത്രേ ഉള്ളൂ. അപ്പൊ ഈ പറയണ പോലെ നമ്മുടെ ഭൂമി 4.5 ബില്യൺ ഇയേഴ്സ് മുമ്പാണ് ഉണ്ടായതെന്ന് പറയണേ. അതിന് മുമ്പേ ഒരു സോളാർ സിസ്റ്റത്തിന്റെ ചുറ്റുന്ന ഒരു പ്ലാനറ്റിന്റെ ഹാബിറ്റബിൾ സോണിന് ചുറ്റുന്ന ഒരു പ്ലാനറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. നമ്മുടെ ഭൂമിയിൽ ലൈഫ് എമർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ പ്ലാനറ്റിൽ ലൈഫ് എമർജ് ചെയ്തെന്ന് നീ വിചാരിക്കും. അവർക്കും ഈ പറയണ പോലെ ഒരു ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ ഉണ്ടായെന്ന് വിചാരിക്കും, ബുദ്ധിയുള്ള ഇന്റലിജൻസ് ഉള്ള ബീയിങ്സ് ഉണ്ടായെന്ന് വിചാരിക്കും. അവരും നമ്മുടെ ഇപ്പോഴത്തെ 2024 അവരുടെ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അഡ്വാൻസ്മെന്റ്സിന്റെ ഒരു 3000, 4000, 5000 വർഷങ്ങൾ കൂടുതൽ അവർ അഡ്വാൻസ്ഡ് ആണെന്ന് വിചാരിക്കും. അവർക്ക് സ്പേസ് ട്രാവൽ അറിയാം, പല രീതിയിലുള്ള സയൻസസ് ഒക്കെ അറിയാമായിരിക്കും. അഡ്വാൻസ്മെന്റ്സ് മാത്രമല്ല, അവര് നമ്മളെ എത്രത്തോളം ഇന്റലിജന്റ് ആണെന്നുള്ള ഇന്റലിജന്റ് ആയിരിക്കും ആണെന്ന് വിചാരിക്കും. അപ്പോ നമ്മളെക്കാട്ടും 1% ഇന്റലിജന്റ് ആണെങ്കിൽ പോലും 1% ഒന്നും വേണ്ട, 0.something മതി. അത് ആ സംഭവം ഉണ്ടാ, അത് നമ്മുടെ ഒരു അറിവാണ്. കാരണം നമ്മള് ലൈഫ് സെല്ല് എന്നൊക്കെ പറയണത് ഭൂമിയിൽ ജനിച്ചു വളർന്ന ആ ഒരു സംഭവമുള്ളൂ, മനസ്സിലായില്ലേ? ഈ സെല്ല് ഈ പറയണ ഈ ഒരു മാംസം ഇതൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ ഭൂമിയിലത്തെ കണ്ടീഷനിൽ അഡാപ്റ്റ് ആയി വന്ന സംഭവങ്ങളാണിത്. പക്ഷെ വേറെ ഗ്രഹത്തിൽ അതായിരിക്കില്ല ചിലപ്പോൾ സിറ്റുവേഷൻ. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, DNA എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് സംഭവമായിരിക്കും. ചാൻസ് ഉണ്ട്. ഇപ്പൊ ഒരു വെള്ളത്തിന്റെ അകത്ത് വെള്ളം മാത്രം ഒരു ഹൈസിയൻ പ്ലാനറ്റ് ആണെന്ന് വിചാരിക്കും. അവിടത്തെ ലൈഫ് ഫോം എന്ന് പറയുന്നത് ചിലപ്പോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സംഭവമായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അല്ലല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവിടുത്തെ ഭൂമിയിലത്തെ ഒരു പ്രഷറില്, ഭൂമിയിലത്തെ എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷറില് ഇപ്പൊ ഒരു 1 bar 1 ATM ആ പ്ലാനറ്റിൽ ചിലപ്പോ ഒരു 100 ATM ആയിരിക്കും. അവിടെ ആ ഒരു കണ്ടീഷനോട് ഇവോൾവ് ആവണ ലൈഫ് ഫോം എന്ന് പറയുന്ന വ്യത്യാസം ഉണ്ടാവില്ലേ? ചിലപ്പോ ആ രീതിയിലുള്ള ബോഡി സ്ട്രക്ചറും ആ രീതിയിലുള്ള സെല്ലുലർ സ്ട്രക്ചറും ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞത് എടാ, പല സിറ്റുവേഷനിലും അഡാപ്റ്റ് ആയിട്ടാണ് ലൈഫ് ശരിക്കും ഇവോൾവ് ആയി വന്നത്. അല്ലാണ്ട് പെട്ടെന്ന് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല വന്നത്. അത് ജസ്റ്റ് നമ്മളിങ്ങനെ ആ രീതിയിൽ ആലോചിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോ അപ്പോ നമ്മുടെ കടലിന്റെ അടിയില്, അതായത് കടലിന് നല്ല ഡെപ്തുള്ള സാധനമല്ല, ഡെപ്ത് കൂടുതൽ പ്രഷറും കൂടി വരും. അത്രയും അടിയിൽ ജീവിക്കണ ജീവികൾ ഉണ്ട്. അതായത് ഇല്ല, അവരുടെ സെല്ലുലർ സ്ട്രക്ചർ നമ്മുടെ കരയിൽ ഇരിക്കുന്ന ജീവികളുടെ സെല്ലുലർ സ്ട്രക്ചർ നമുക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഉറപ്പായിട്ടുണ്ട്. നമ്മുടെ ഇന്നാളത്തെ ടൈറ്റാനിക് കാണാൻ പോയ അവരുടെ ഷിപ്പ് പോലും പൊളിഞ്ഞു ഇംപ്ലോഡഡ് ആയി. എത്ര കിലോമീറ്റർ അധികം പോയിരുന്നു? 700 മീറ്റർ എനിക്ക് 4.5 കിലോമീറ്റർ ഒന്നും ഉണ്ട്. അതുണ്ട്, ദൂരം ഉണ്ടത്. കമ്പാരിറ്റീവ്ലി അതിന് 2 ഇരട്ടി താഴ്ചയിൽ ജീവികളുണ്ടല്ലോ. ഉണ്ട്, അവിടെയും ജീവന് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത്ര ഇമ്മൻസ് ആയിട്ടുള്ള പ്രഷറിലും ഇത്ര കണ്ടീഷൻ, ലൈറ്റ് പോലെ എത്താത്ത കണ്ടീഷനാന്ന് വിചാരിക്കും. അങ്ങനെ കണ്ടീഷനിൽ ലൈഫിനെ ഇവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹൈസിയൻ പ്ലാനറ്റ്സിലൊക്കെ ഇവോൾവ് ചെയ്ത് വരാം. അത് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. അപ്പൊ അവിടുത്തെ ഇപ്പൊ ഈ മീനുകൾ വിചാരിക്കും ഇങ്ങനത്തെ ഒരു ഹൈസിയൻ പ്ലാനറ്റ് എന്ന് വിചാരിക്കും, മീനായിരിക്കില്ല, വേറെ എന്തെങ്കിലും ഒരു സാധനം എന്ന് വിചാരിക്കും. അവർക്ക് ഇന്റലിജൻസ് ഉണ്ടായി കൂടാന്നില്ലല്ല, അങ്ങനെയല്ല, ഉണ്ടായി കൂടാന്നില്ലല്ല. ഇവർക്ക് നല്ല രീതിയിലുള്ള ടെക്നോളജി, അവരുടെ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ടെക്നോളജിക്കൽ സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയില്ലല്ല. എടാ, ഒന്നും ഗസ് ചെയ്യാൻ പറ്റില്ലടാ. ഇതൊക്കെ നമുക്ക് എന്റെ ഒരു ഭാവന മാത്രമാണ് ഞാൻ പറഞ്ഞത്.
ഇപ്പൊ അക്വാട്ടിക് ലൈഫ് ആണെങ്കിൽ അവർക്ക് ആ പ്ലാനറ്റ് വിട്ടു പോകാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ എടാ അതൊക്കെ അവരുടെ ടെക്നോളജി. അവരെന്തോ എടാ നീ ഇപ്പൊ ആലോചിക്കണത് നമ്മുടെ ഭൂമിയിലും നമ്മുടെ മനുഷ്യരുടെ അച്ചീവ്മെന്റ്സ് വെച്ചിട്ടാണ് നീ ആലോചിക്കണത്. നീ അവരുടെ സിറ്റുവേഷനിൽ നിന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ അവരെന്തായിരിക്കും നമുക്ക് അറിയില്ല. അതാണ് വേറെ കോമഡി. ഇപ്പൊ വേറെ അത് പറഞ്ഞപ്പോഴാണ് മെർമെയ്ഡ്സിനെ പറ്റി കേട്ടിട്ടില്ലേ, മത്സ്യബന്ധനങ്ങളെ പറ്റിയിട്ട്. അത് നമ്മുടെ ഈ മണപ്പുറത്തും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരു വേഷം കെട്ടിക്കണ സാധനമല്ല ശരിക്കും. അത് ഞാൻ അതിന്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. സ്റ്റോറി അല്ല, എൻ്റെ ഒരു സയൻസ് ഞാൻ പറഞ്ഞുതരാം. നാൽക്കാലികളില്ലേ, 4 കാലമുള്ള സംഭവം എന്തൊക്കെയുണ്ട്? ആന, പട്ടി, പൂച്ച, കുറുക്കൻ, അങ്ങനെ പശു, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അല്ലെ. ഇരുകാലികളില് മനുഷ്യരുണ്ട്, കൊരങ്ങമ്മ, ചില ചിമ്പാൻസീസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ എന്നാലും ഫുള്ളി ഇരുകാലികളല്ല, അങ്ങനെ കുറച്ച് സ്പീഷീസേ ഉള്ളൂ. അതേപോലെ തന്നെ മനുഷ്യരുടെ ഒരു വെർഷൻ, അതായത് മനുഷ്യർ ഇപ്പൊ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് മനുഷ്യർ ഇങ്ങനെ ഇവോൾവ് ആയി വന്നതെന്ന് വിചാരിച്ചു. ഇപ്പൊ അന്നുനാക്കിയുടെ തിയറി മാറ്റി വെച്ചേക്കാണ്. മനുഷ്യരുടെ ഒരു സ്പീഷീസ് ഇങ്ങനെ ഇവോൾവ് ആയി വന്നതെന്ന് വിചാരിച്ചു ഒരു സ്ഥലത്ത്. ഇത് ഹോമോസേപ്പിയൻസ് ഇവോൾവ് ആയി വന്നു. അതുകൊണ്ട് എന്തോ ഒരു സിറ്റുവേഷനിൽ ഒരു ഗ്രൂപ്പ് ഹോമോസേപ്പിയൻസ് അവര് ഒരു ഐലൻഡിൽ എവിടെയെങ്കിലും പെട്ടുപോയി. ഒരു സ്പീഷീസ് കരയിൽ പെട്ടുപോയിട്ട് അവരെ ഇവോൾവ് ആയിട്ട് നമ്മളായിട്ട് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കണേ. ഒരു സ്പീഷീസ് ഒരു ഐലൻഡിൽ ഇങ്ങനെ പെട്ടുപോയെന്ന് വിചാരിക്കും. ആ സ്പീഷീസിന് പയ്യെ പുഴയിൽ പോവും, അല്ല കടലിൽ പോവും, തിരിച്ചു വരും. അങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് പല കാര്യത്തിന് കടലിലായിരിക്കും അവർ ആശ്രയിക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്യണത്. അങ്ങനെ അപ്പൊ അവരുടെ അവര് കടലിനെയാണ് ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യണത്. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ആ സംഭവം ഇവോൾവ് ആയി ഒരു 1000, 2000, 3000, 4000 വർഷങ്ങൾ കഴിയുമ്പോൾ അവര് കടലിന് വേണ്ടിയിട്ട് ഉള്ള എവല്യൂഷനൊക്കെ വരും. എവല്യൂഷൻ ആണല്ലോ ഇവിടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ അവർക്ക് ചിലപ്പോ ഈ പറയുന്ന പോലെ കാല് ചിലപ്പോ ഒട്ടിയിട്ട് ഒരു ഫിൻ പോലത്തെ ഒരു സിറ്റുവേഷൻ അവർക്ക് വന്നിട്ടുണ്ടാവും. സ്കെയിൽസ് വന്നിട്ടുണ്ടാവും, ചെതമ്പലില്ലേ അതൊക്കെ വന്നിട്ടുണ്ടാവും, വെള്ളത്തിനകത്ത് ശ്വസിക്കുന്ന സിസ്റ്റം, ഗിൽസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അതായത് മനുഷ്യരുടെ ഇന്റലിജൻസ് ഉള്ള ഒരു അക്വാറ്റിക് ലൈഫ്, ഒരു അക്വാറ്റിക് സ്പീഷീസ് വന്നിട്ടുണ്ടാവും. കഥ ഞാൻ പറഞ്ഞത്. അതിപ്പോ ഞാൻ കണ്ടുപിടിച്ച വലിയ സംഭവം ഒന്നല്ല, അത് BBC-യിലും ഈ നാഷണൽ ജിയോഗ്രഫിയിലൊക്കെ ഞാൻ കേട്ട സംഭവങ്ങളാണ്. അപ്പോ അതിനൊരു പ്രൂഫ് ഉണ്ട്. നീ കണ്ടിട്ടില്ലേ നാഷണൽ ജിയോഗ്രഫി ചാനലില് പുറത്തുവിട്ട് അവര് ഒരു ഡീപ് സീ അണ്ടർ വാട്ടർ ഡൈവിങ് ചെയ്തിട്ട് ഒരു സബ്മറൈൻ്റെ അകത്ത് 2 പേര് കയറിന്നിട്ട് അണ്ടർ വാട്ടറിൽ ഡൈവിങ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല എത്ര കയറി താഴത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണ്ട് എത്രയോ മീറ്റർ വെച്ചിട്ട് ഒരു സംഭവം അവരുടെ ഗ്ലാസ്സിന് ഇങ്ങനെ കൈപ്പത്തി ഇങ്ങനെ അവരുടെ ഗ്ലാസ് പിടിക്കും. വെബ്ഡ് ആയിട്ടുള്ളൊരു ഇത്. അതായത് വെബ് ഫീറ്റ് എന്തിനാ ശരിക്കും ഉപയോഗിക്കണത്? നീന്താൻ വേണ്ടിയിട്ട്. എടാ അതൊക്കെ പിന്നെ എന്തോന്നാ എടാ. ഇപ്പൊ അത് പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് കാരണം എന്താ ഞാൻ പറയാം. എടാ എവിടേക്കോ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ആൾക്കാർ ഇതിനെ പറ്റി ബോധേടല്ല. നമ്മുടെ ലോകത്തില് വേറെ കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ഒരു ഡിസ്കഷൻ നമ്മളാണ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ ഇതിനെപ്പറ്റി നീ പുറത്തൊരാളെടുത്ത് പോയി ചോദിച്ചു നോക്കും, 2 മിനിറ്റ് അതിനെ പറ്റി സംസാരിക്കും. അത് കഴിഞ്ഞാൽ എടാ ബൈക്ക് എങ്ങനെയുണ്ട്, ആ കാർ എങ്ങനെയുണ്ട്, എടാ ഹെൽമെറ്റ് എങ്ങനെയുണ്ട്, ഇത് അവിടെ കളി ഉണ്ട്, അതൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. കാരണം നമ്മൾ അതിനെപ്പറ്റി ബോധേടല്ല. പിന്നെ ഈ ഒരു മെർമെയ്ഡിന്റെ തിയറി പ്രോമിനന്റ് ആയിട്ട് നിൽക്കാൻ കാരണമുണ്ട്. നമ്മുടെ ലോകത്തിലെ ഓഷ്യൻസിന്റെ എത്ര ശതമാനം ഡിസ്കവർ ചെയ്തിട്ടുണ്ട്? 10 ഇല്ല, 95% ഒന്നും ഡിസ്കവർ ചെയ്തിട്ടില്ല. 95, 96%, 98% ഒന്നും ഡിസ്കവർ ചെയ്തിട്ടില്ല. അപ്പൊ അത്രേ സംഭവങ്ങൾ അൺനോൺ ആണ്. അവിടെ എന്തൊക്കെ ഉണ്ടാവും ആർക്കറിയാം? അതാ പറഞ്ഞത്, നമുക്ക് ഒരു കാര്യങ്ങളും പറയാൻ പറ്റില്ല. അപ്പോ ഈ ഓഷ്യൻസിന്റെ അടിയിലും ചിലപ്പോ ഈ പറയുന്ന UFOയുടെ വലിയൊരു താവളമൊക്കെ ഉണ്ടായിരിക്കും. അവിടെ എന്ത് നടന്നാലും നമുക്കത് അറിയാം. നമ്മളത് അറിയാൻ പോകില്ല. ഒരു കോമൺ മാൻ ഒരിക്കലും അറിയാൻ പോകില്ല. കാരണം ഒരുപാട് കവറപ്പുകൾ നടക്കുന്നുണ്ട്. ഇപ്പോ ഒരു UFOയുടെ ഒരു കുന്ത്രാണ്ടം കണ്ടുപിടിച്ചെന്ന് വിചാരിക്കും. അത് ഗവൺമെന്റ് എന്തായാലും പുറത്തേക്ക് വിടില്ല. അത് പറയാൻ പറ്റില്ല. പക്ഷെ അത് ഒരു മനുഷ്യർക്ക് പാനിക് ഉണ്ടാക്കരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യണത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ സംഭവമില്ലേ നേരത്തെ പറഞ്ഞത്, അതായത് നമ്മളേലും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ഭൂമിയിൽ തന്നെ അങ്ങോട്ട് നടക്കുന്ന കാര്യം എന്ന് ആലോചിക്കുക. അവർക്ക് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം.
ആ ഒരു ബോധം നമ്മുടെ ഹ്യൂമാനിറ്റിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും പുറത്തിറങ്ങും. അതായത് നമ്മൾ പേടിക്കൂലേ? അപ്പൊ ആ ഒരു പേടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരെങ്ങനെയാണ്. നല്ലൊരു കാര്യത്തിന് തന്നെ ആയിരിക്കും. പക്ഷെ എത്ര നാള് നമ്മൾ ഈ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ ഫ്രീക്വന്റ് ആയിട്ടാണ് ഈ UFOയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്തോരം നാളും വെച്ച് ഇതിന് കവറപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല. അപ്പൊ UFO എന്നുള്ള സംഭവം ശരിക്കും ഒരു മിത്തല്ല, അത് ശരിക്കും ഉള്ള കാര്യം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ല. അല്ലെങ്കിൽ ഗവൺമെന്റ് ഇത്ര സീരിയസ് ആയിട്ടും ഇത്ര 10 മണിക്കൂറിന് ഹിയറിംഗ് ഒന്നും വെക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ ശരിക്കും ഉള്ള കാര്യങ്ങളാണ്. UFO എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏലിയൻസ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ ടെക്നോളജി എന്നൊക്കെ പറയുന്നത് ശരിക്കും റിയൽ ആണ്. നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ഒപ്പം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ആ കാര്യത്തിൽ ഹ്യൂമൻ ഇന്റലിജൻസ് ഉണ്ട്, ഉറപ്പാണ്. മനുഷ്യന്മാരുടെ അല്ലാത്ത ഇന്റലിജൻസ് എന്തായാലും നമ്മുടെ ഭൂമിയിലുണ്ട്. ഈ കാര്യം നിങ്ങൾക്ക് ഇപ്പൊ കത്തിയല്ല. നീ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇത്രയും നാള് ദൈവത്തിന്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ എല്ലാത്തിലും ഞാൻ പറയണത് എന്തെന്നാ, ഏൻഷ്യൻ ആസ്ട്രോണോട്ട് തിയറി. അവർക്ക് ഇപ്പോ ഈ ലെവൽ ഓഫ് ടെക്നോളജി പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ എക്സിസ്റ്റൻസ് പണ്ട് ഉണ്ടായിരുന്നിരിക്കാം. അതിനുള്ള എന്തോരം എവിഡൻസസ് ഒക്കെ ഉള്ളത് നമ്മുടെ. ഇപ്പൊ എവിഡൻസിന്റെ കാര്യം പറയുമ്പോഴാണ് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇപ്പോ ഈ ഒരു അലുമിനിയം ഇല്ലേ, ഒരു കട്ട അലുമിനിയം, ഒരു ബ്ലോക്ക് ഓഫ് അലുമിനിയത്തിന് കംപ്ലീറ്റ്ലി റോഡഡ് ആയി പോകണമെങ്കിൽ ഒരു 1000-2000 വർഷങ്ങൾ കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായിരിക്കും. ഇപ്പൊ ഒരു അലുമിനിയത്തിന്റെ ഒരു കട്ടയം ഉണ്ടാക്കി വെച്ചെന്ന് വിചാരിച്ചോ, ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള ഒരു അലുമിനിയത്തിന്റെ ഒരു എഞ്ചിൻ ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചെന്ന് വിചാരിച്ചോ. അതൊരു പിന്നെ പെട്ടെന്ന് മനുഷ്യന്മാർ ഇവിടെ നിന്ന് എല്ലാവരും ഇല്ലാണ്ടായിപ്പോയി. കംപ്ലീറ്റ്ലി ഇവിടത്തുള്ള ഇന്റലിജന്റ് ഹ്യൂമൻസ് ഒക്കെ ഇല്ലാണ്ടായിപ്പോയി. ഈ കാണുന്ന അലുമിനിയം പോലും ഡീഗ്രേഡഡ് ആയിട്ട് മണ്ണായിട്ട് മാറും. സാധനം ഇല്ലാണ്ടാവും അവിടെ നിന്ന്. അതുപോലെ തന്നെ ആയിരിക്കും പണ്ട് സംഭവിച്ചിട്ടുണ്ടാവുക. അതായത് ഈ പറയുന്ന ഏൻഷ്യന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന്റെ അകത്ത് ഒരുപാട് ഇതേപോലെയുള്ള ഹൈടെക് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അവരുടെ ടെക്നോളജിക്കൽ സിഗ്നേച്ചേഴ്സ് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ കാലം അതിനൊക്കെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് എവിഡൻസ് ഇല്ല. അതാണ് ശരിക്കും സംഭവം. പക്ഷെ സ്റ്റിൽ സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്ന കുറെ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പാറക്കല്ല്, കല്ലിൽ കൊത്തിയെടുത്ത ഇങ്ങനെ കൊത്തുപണികൾ, ഈജിപ്തിലെ ഗിസയിലത്തെ പിരമിഡ്, മായൻ സിവിലൈസേഷൻസിന്റെ പിരമിഡ്, അങ്ങനെയുള്ള പിന്നെ ഗോബേക്കിലി ടെപ്പിയില്, അതും ഇപ്പോഴും ഉള്ളതിന്റെ കാരണം അത് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടതുകൊണ്ടാണ്. ആ സംഭവം നിങ്ങൾക്ക് അറിയോ? അതായത് ഗോബേക്കിലി ടെപ്പി എന്ന് പറഞ്ഞ ഒരു ലോകത്തിലത്തെ ഏറ്റവും ആദ്യത്തെ ബിൽഡിംഗ് ഇല്ലേ, അത് ശരിക്കും പണിതിട്ട് അത് ശരിക്കും ഒരു ആരാധനാലയം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അത് പണിതിട്ട് അത് മണ്ണിൽ അവരിങ്ങനെ കുഴിച്ചിട്ടുണ്ട്, അത് ബെറി ചെയ്ത് വെച്ച്. അത് എന്തിനാണെന്ന് അറിയില്ല, അൺനോൺ ആയിട്ടുള്ള ഫാക്ടറാണ്. അവർ ഈ ഒരു അമ്പലം മുഴുവൻ ഇങ്ങനെ ബെറി ചെയ്ത് വെച്ച്. അത് കഴിഞ്ഞിട്ട് അത് ഇത്ര ബെറി ചെയ്തുകൊണ്ടാണ് അത് ഇത്ര പ്രിസേർവ്ഡ് ആയിട്ട് ഇപ്പോഴും നമുക്ക് കിട്ടുന്നത്. ഏകദേശം 11,200-300 വർഷം പഴക്കമുണ്ട് ആ സാധനത്തിൽ. അത് ഇപ്പോഴും വെൽ പ്രിസേർവ്ഡ് ആയിട്ട് നമുക്ക് അതിനെപ്പറ്റി പഠിക്കാൻ പറ്റണതിന്റെ റീസൺ അത് കുഴിച്ചിട്ടുണ്ടാ, അത് വെൽ പ്രിസേർവ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് പിരമിഡ്സിന്റെ കേസ്. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിസേർവ്ഡ് ആയതുകൊണ്ട് നമുക്ക് ആ പിരമിഡ്സിനെ പറ്റി ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ കാലം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും, ഡീഗ്രേഡ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ലോകത്ത് എന്തൊക്കെയുണ്ട്, എത്ര ഹിസ്റ്റോറിക്കൽ സ്ഥലങ്ങളുണ്ട്. അവിടെ ഈ ഏൻഷ്യൻ ആസ്ട്രോണോട്ട് തിയറീനെ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കി കളയണ സംഭവം എവിഡൻസ് ആണ്. നമുക്ക് ആകെ ഉള്ളത് എന്തെന്നാ, ഈ പറഞ്ഞ മഹാഭാരതം, രാമായണം, ഈ മറ്റേ ഇല്യൂമേലിഷൻ ഉണ്ട്, മെസപ്പൊട്ടേമിയൻ സംഭവം ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൻ്റെ അകത്ത് ഒരുപാട് സയന്റിഫിക് സിഗ്നേച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമുക്കുള്ളൂ. പക്ഷെ ഇതിനൊക്കെ തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ തെളിവില്ല. കാരണം അതെല്ലാം കംപ്ലീറ്റ്ലി പോയി, ഇല്ല, നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ല തെളിവ്. നമുക്ക് ആകെയുള്ള തെളിവ് എന്ന് പറയുന്നത് ഒരുപാട് കൊത്തുപണികളും അവിടെയുള്ള ഒരുപാട് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് പണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ഓരോ സമയം കൊണ്ട് ഇങ്ങനെ ഡീകോഡ് ചെയ്ത് പഠിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് അവരുടെ ലൈഫ് മുഴുവനും അതിനെപ്പറ്റി പഠിച്ച ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെയാണെങ്കിലേ നമ്മുടെ പിരമിഡിന്റെ അകത്ത്, ഗിസയിലത്തെ പിരമിഡിന്റെ അകത്ത് എൻകോഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നൊന്ന് എനിക്കൊന്ന് പറഞ്ഞ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ പറയണ ഏൻഷ്യൻ ആസ്ട്രോണോട്ട് തിയറി ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് തള്ളിക്കളയാൻ പറ്റും. അതായത് പിരമിഡിന്റെ അലൈൻമെന്റ് കോൺസ്റ്റലേഷനിലത്തെ സ്റ്റാറുകളായിട്ട് കറക്റ്റായിട്ട് അലൈൻഡ് ആണ് ഒന്നാമത്തെ കാര്യം. അത് എങ്ങനെ എന്നുള്ളത് അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാത്തിനും എങ്ങനെയെന്നുള്ള ചോദ്യം ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ പിരമിഡ്
ഭൂമിന്റെ ലാൻഡ് മാസിന്റെ ഒത്ത നടുക്കാണ് നിൽക്കുന്നത്. എങ്ങനെ? പിരമിഡിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്പീഡിനുണ്ട് കറക്റ്റ്, ഒരു നമ്പർ പോലും മാറിയിട്ടില്ല, അതങ്ങനെ നിൽക്കുന്നുണ്ട്. അതെങ്ങനെ? പിരമിഡിന്റെ ഹൈറ്റ് എടുത്തിട്ട് 43,200 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിയുടെ പോളാർ റേഡിയസ് കിട്ടും. അതെങ്ങനെ? പിരമിഡിന്റെ പെരിമീറ്റർ എടുത്തിട്ട് ഇതേ നമ്പർ തന്നെ 43,200 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിയുടെ ഇക്വറ്റോറിയൽ ഡയാമീറ്റർ നമുക്ക് കിട്ടും. അപ്പോ ഇതൊക്കെ എങ്ങനെയെന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത്. അതൊക്കെ ഓക്കെ, ഈ നമ്പറും കിട്ടി 43,200. എടാ അതിനെ ഈ രണ്ട് നമ്പർ ഒന്നാണ് വന്നേക്കുന്നത്, രണ്ട് സിറ്റുവേഷനിൽ രണ്ട് നമ്പർ ഒന്നാണ് വന്നേക്കുന്നത്. ഇതിനെ സ്കെയിൽ ഹാർമോണിക്സ് എന്ന് വിളിക്കും ഈ ഒരു സിറ്റുവേഷന്. അതായത് ഒരേ നമ്പർ കൊണ്ട് തന്നെ ഒരേ ആ ഒരു ഫാക്ട്, ആ ഒരു കോൺസ്റ്റന്റ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു സംഭവം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ രണ്ട് സംഭവം നമുക്ക് കിട്ടി. അതായത് ഇപ്പൊ ഇക്വറ്റോറിയൽ ഡയമീറ്റർ കിട്ടി, പോളാർ റേഡിയസ് കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ആ ഒരു ഫാക്റ്റിനെ, ആ ഒരു നമ്പറിനെ നമ്മൾ സ്കെയിൽ ഹാർമോണിക്സ് എന്ന് വിളിക്കുക. അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്, അതുകൊണ്ട് ഞാൻ പറയണില്ല. പിന്നെ ഒരുപാട് റിസർച്ച് എന്താണ് പറയണതെന്ന് വെച്ചാൽ പിരമിഡിന്റെ ചില ഡയമെൻഷൻസ് ഉണ്ട്. ആ ഡയമെൻഷൻസ് ശരിക്കും കോറിലേറ്റ് ചെയ്യണത് നമ്മുടെ ഭൂമിയിലത്തെ ഒരു വർഷം എത്ര ദിവസം ഉണ്ടെന്നുള്ളതാണ്. അത് ഒരുപാട് റിസർച്ചാണ്, അതിനെ പറ്റിയിട്ട് ഫുൾ പ്രൂഫ് നമുക്ക് തരാൻ പറ്റില്ല. പിന്നെ ദൈവത്തിന്റെ ഒരു വീഡിയോയുടെ അത് ഞാൻ പറഞ്ഞ ഒരു സംഭവം, ഈ പിരമിഡ്സ് ശരിക്കും പറഞ്ഞ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് ഒരു മിനിയേച്ചർ മോഡലാണെന്നുള്ളത്. അപ്പോ അത് മാത്രമല്ല, പിരമിഡിന്റെ സ്ലോപ്പ് ഇല്ലേ, അത് ഗോൾഡൻ റേഷ്യോ ആണ്. അതായത് 5 എന്ന് പറഞ്ഞ സംഭവം. പിന്നെ പിരമിഡിന്റെ ആ ഒരു പെരിമീറ്ററിന്റെ ഹൈറ്റിന്റെ റേഷ്യോ ഇല്ലേ, അതായത് പിരമിഡിന്റെ പെരിമീറ്റർ ഇസ്റ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2π ആണ്. കറക്റ്റ് 2π ആണ്. അപ്പോ അതിന്റെയൊക്കെ അർത്ഥം ഒന്നാണ്. എടാ ഇവര് നിസ്സാര പുള്ളികളൊന്നും അല്ല. ഇല്ല എടാ, ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സംഭവമാണ് ഈ സാധനം. പിരമിഡ് എന്ന് പറഞ്ഞാല് അത് എടാ എനിക്ക് അതിനെ പറ്റി കറക്റ്റ് ഐഡിയ പറയാൻ പറ്റില്ല. കാരണം പിരമിഡ് പണിതത് മനുഷ്യരായിരിക്കും. നമ്മുടെ വർഷങ്ങളോളം നമ്മുടെ കഠിനാധ്വാനവും ലേബറും ഫിസിക്കൽ ലേബറും അതും ഇതൊക്കെ ആയിട്ടായിരിക്കും പണിതത്. പക്ഷേ ഇത് പണിയാൻ ഉള്ള ഒരു പ്ലാനും ഐഡിയയും കാര്യങ്ങളൊക്കെ കൊടുത്തത്, അല്ലെങ്കിൽ കൊടുത്തതെന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ആ ഒരു സംഭവം സെറ്റാക്കി കൊടുത്തത് എക്സ്ട്രാ ടെറസ്ട്രിയൽസിന്റെ സഹായത്തോടെ ആയിരിക്കാം. ഇവര് പറയണ ദൈവം നമ്മളെല്ലാരും വിളിച്ചോണ്ടിരിക്കുന്ന ആ ഒരു ദൈവത്തിന്റെ ആയിരിക്കാം. എടാ ഇപ്പൊ ഇവര് പറയണ അവര് പറയണെന്നല്ല, എല്ലാം ഒന്നേ ഉള്ളൂ. ഇപ്പൊ ഹിന്ദുയിസത്തിന്റെ ആയിക്കോട്ടെ, ഇസ്ലാമിന്റെ ആയിക്കോട്ടെ, ബൈബിളിലായിക്കോട്ടെ, എല്ലാം ഒരേ കോസ് മൂലം ഉണ്ടായ പല പല ഇവന്റ്സ് ആണ്. മനസ്സിലായില്ലേ? ഒരു കാരണം കൊണ്ടുണ്ടായ നമ്മുടെ ലോകത്തിലുള്ള പല ഭാവനയുടെ ഉദിച്ച സംഭവങ്ങളാണ് ഈ പല ജാതികളും പല മതങ്ങളും. അതുകൊണ്ടാണ് എല്ലാ സംഭവത്തിലും സിമിലർ ആയിട്ടുള്ള സ്റ്റോറീസ് പറയണം. പിന്നെ എന്തുകൊണ്ടാ? ഇപ്പൊ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഓസ്ട്രേലിയയിലുള്ള ഒരു കാസ്റ്റിനെന്ന് വിചാരിച്ചോ, അവരുടെ പുരാണങ്ങളിൽ പറയണ കാര്യങ്ങളും ഈ കടൽ കടന്ന് പോണ ഒരു ഇന്ത്യയിൽ പറയുന്ന പുരാണങ്ങളുടെ കാര്യങ്ങളും സെയിം തന്നെ ആയിരിക്കും. എന്ന് വെച്ചാല് അവിടുത്തെ ഇവന്റ്സ് ഒക്കെ വ്യത്യാസം ഉണ്ടാവൂട്ടാ, പക്ഷെ അവരുടെ ആ ഒരു ഇതില്ലേ, ഒരു ട്രെൻഡ്, ആ ട്രെൻഡ്, ആ ഒരു ഒഴുക്ക് സെയിം ആയിരിക്കും. അപ്പൊ അതൊക്കെ എങ്ങനെയെന്നുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ഈ ഏൻഷ്യന്റ് ആസ്ട്രോണോട്ട് തിയറി ഇത്ര പ്രോമിനന്റ് ആയിട്ട് ഞാൻ സംസാരിക്കാൻ കാരണം. നീ ഇത്ര നേരം ഭൂമിയുടെ കാര്യമുള്ള പറഞ്ഞത്. അപ്പൊ വേറെ നമ്മുടെ ഭൂമി മാത്രമല്ലേ റോക്കി പ്ലാനറ്റ് ആയിട്ടുള്ളത്. മാഴ്സ് ഉണ്ട്. മാഴ്സ് അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടുള്ള പ്ലാനറ്റ് ആണല്ലോ, വീനസ് പോലെ അല്ല. അപ്പൊ അവിടെ ഈ പറഞ്ഞ മോണ്യുമെന്റ്സ് ഒന്നും കാണാതെ എന്താ? ഡീഗ്രഡേഷൻ ആയിരിക്കും. മാഴ്സിൽ അത്യാവശ്യം കൂടുതലല്ല. മാഴ്സ് ഭൂമിയിലും കൂടുതൽ മാഴ്സിലൊരു സ്ട്രക്ചർ ഡീഗ്രേഡ് ആവും പെട്ടെന്ന്. അവിടെ അറ്റ്മോസ്ഫിയർ കുറച്ച് തിന്നുവാണ്. അവിടെ ഇടയ്ക്ക് ഇതുണ്ടാവും, പൊടിക്കാറ്റുണ്ടാവും. ഭയങ്കര അവിടുത്തെ വെതർ കുറച്ച് എക്സ്ട്രീം ആണ്. നമ്മുടെ നാട്ടിലെ പോലെ പീസ്ഫുൾ അല്ല വെതർ. അവിടുത്തെ വെതർ സൈക്കിൾ ഈ അടുത്ത് വരെ ഈ ഡിസംബർ 4-ാം തീയതി ആയിട്ട് അവിടുത്തെ വെതർ സൈക്കിൾ അപ്രോക്സ് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയൊരു ഡേറ്റ വന്നിട്ടുണ്ട്. അപ്പോ അവിടുത്തെ വെതർ കാരണം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കാറ്റും വളരെ ലോ ടെമ്പറേച്ചർ ഒക്കെയാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ വെതറിങ് കൂടുതലായിരിക്കും. വെതറിങ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം നശിച്ചു പോകാനുള്ള
എന്ന് പറഞ്ഞത് നശിച്ചു പോകാനുള്ള ഒരു സംഭവം വളരെയധികം കൂടുതലായിരിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ നാസ്ക ലൈൻസ് എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ടെങ്കിൽ പെറുവിലുള്ളത്. അപ്പൊ അതൊക്കെ എന്തോന്നാ എടാ ട്രൈബിന്റെ അതെ. പക്ഷെ ചോദ്യം ഇതാണ്, എന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അതായത് ഏകദേശം 300ഓളം ഫിഗേഴ്സ് ഉണ്ട്. 30 മീറ്റർ മുതൽ 9 കിലോമീറ്റർ വരെ വൈഡ് ആയിട്ടുള്ള ഫിഗേഴ്സ്. നമ്മള് ജസ്റ്റ് അതിൽ അതിന്റെ മുകളിൽ കൂടെ നടന്നാൽ നമ്മൾ അറിയാൻ കൂടി ഇല്ല. ആകാശത്ത് നോക്കിയാൽ നമ്മൾ അറിയുള്ളൂ. ആനിമൽസിന്റെയും ഒരുപാട് അതിന്റെ എട്ടുകാലിയുടെ ഒക്കെ. അപ്പൊ എന്തിനെന്നുള്ള ചോദ്യം ഉണ്ട് കേട്ടാ. അതിനൊരു ഉത്തരം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാന്നുള്ളൂ. അതായത് ചിലപ്പോ അന്നത്തെ ട്രൈബ് വിശ്വസിച്ചിരുന്നായിരിക്കും മറ്റേ റിച്വൽ വല്ലതും ആയിരിക്കും, മഴ വേണ്ടിയിട്ട് വല്ലോ. എന്തൊന്ന് ശരിയാണ്, എന്തൊന്ന് എന്നുള്ള ചോദ്യത്തിന് ഇതില്ല. ശരിയായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു ഏരിയൽ സിഗ്നൽ ആയിട്ടാ. ആയിരിക്കൂലേ, പറയാൻ പറ്റില്ലല്ല. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എടാ ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്താലാ. അപ്പൊ നമുക്ക് നല്ല ഒരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം. ഇപ്പൊ UFO എന്നുള്ള സംഭവം ശരിക്കും ഒരു മിത്തല്ല, അത് ശരിക്കും ഉള്ള കാര്യം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ല. ഞാനിപ്പോ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ വലിയ ആളാണെന്നോ എനിക്കെല്ലാം അറിയാവുന്ന നിനക്കെല്ലാം അറിയാവുന്നൊന്നും നമ്മൾ ഒരിക്കലും ഒരിടത്ത് പറയുന്നില്ല. ഇപ്പൊ ഹിന്ദുയിസത്തിന്റെ ആയിക്കോട്ടെ, ഇസ്ലാമിന്റെ ആയിക്കോട്ടെ, ബൈബിളിലായിക്കോട്ടെ, എല്ലാം ഒരേ കോസ് മൂലം ഉണ്ടായ പല പല ഇവന്റ്സ് ആണ്. പക്ഷെ ഇതിനൊക്കെ തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ തെളിവില്ല. കാരണം അതെല്ലാം കംപ്ലീറ്റ്ലി പോയി. ഈ ഓഷ്യൻസിന്റെ അടിയിലും ചിലപ്പോ ഈ പറയുന്ന UFOയുടെ വലിയൊരു താവളമൊക്കെ ഉണ്ടായിരിക്കും. അവിടെ എന്ത് നടന്നാലും നമുക്കത് അറിയാം. നമ്മളത് അറിയാൻ പോലുള്ള ഒരു കോമൺ മാൻ ഒരിക്കലും അറിയാൻ പോലുള്ള ഏൻഷ്യൻ ആസ്ട്രോണോട്ട് തിയറി. അവർക്ക് ഇപ്പോ ഈ ലെവൽ ഓഫ് ടെക്നോളജി പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ എക്സിസ്റ്റൻസ് പണ്ട് ഉണ്ടായിരുന്നിരിക്കാം.